ഹായ് ഗായ്സ്, നിങ്ങളെല്ലാവരും ആവശ്യപ്പെട്ടതുപോലെ കിയ സെൽറ്റോസിലൊരു റിവ്യൂ ഉടൻ തന്നെ വരുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഓവർവ്യൂ ആയിട്ട് ജസ്റ്റ് എനിക്ക് തോന്നിയൊരു കാര്യം പറയുന്നതാണ്. ഞാൻ ഇതിനു മുന്നേ ഓടിച്ചിരിക്കുന്ന കാറുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ മാരുതി, ടാറ്റ, ഈ രണ്ട് ബ്രാൻഡിലെ അത്യാവശ്യം കുറച്ച് കാറുകൾ ഓടിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു ചേഞ്ച് എന്ന് വെച്ചാൽ ഈ ഒരു കൊറിയൻ ബ്രാൻഡ് കിയ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഒരു കൊറിയൻ ബ്രാൻഡാണ്. പക്ഷെ അവർ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ അവർ കൊടുക്കുന്ന ഫീച്ചേഴ്സ് എന്തുകൊണ്ട് വളരെ കൂടുതലാണ്. ഈ ഡിസ്പ്ലേ ആയിക്കോട്ടെ, ഇത് സ്റ്റിയറിംഗിൽ കിടക്കുന്ന യൂണിറ്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു കുറച്ചധികം നല്ല രീതിയിൽ അവരുടെ യൂസർ കസ്റ്റമറിനെ നല്ല രീതിക്ക് കൺസിഡർ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഒരു ഇന്ത്യൻ കാർ നിർമ്മാതാക്കളായ മാരുതി, ടാറ്റ ഇതുപോലുള്ള ബ്രാൻഡുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ കൊടുക്കാത്തത്, അത് കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അതെന്തുകൊണ്ട് ഇത്ര ലേറ്റായി പോയി? ഇത് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ അറിവുകൾ എനിക്കായിട്ട് ഷെയർ ചെയ്യുക. ചിലപ്പോൾ എനിക്ക് അറിയാത്ത കാര്യമായിരിക്കും, നിങ്ങൾക്ക് അറിയുന്നതുമായിരിക്കും. ഓക്കെ.